നെഹ്റു ട്രോഫി ജലമേളയുടെ ആവേശത്തിലാണ് ആലപ്പുഴ. പുന്നമടക്കായലിൽ നടക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 70 വള്ളങ്ങളാണ് ഇക്കുറി വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ജലരാജാക്കന്മാർ ആരെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വള്ളംകളി ആരാധകർ. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണുള്ളത്. ആദ്യ 4 ഹീറ്റ്സിൽ 4 വീതവും 5-6 ഹീറ്റ്സുകളിൽ 3 വീതവും വള്ളങ്ങൾ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും എൽദോ പോൾ പുതുശ്ശേരിയും ശരണ്യ സ്നേഹജനും ചേരുന്നുണ്ട്. ആദ്യം എൽദോയിലേക്ക്. എൽദോ, ജലരാജാക്കന്മാരെ കാത്ത് പുന്നമട ഇരിക്കുകയാണ്. ആവേശം അതിന്റെ കൊടുമുടിയിൽ എത്തുമ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തുക? ഉദ്ഘാടന ചടങ്ങുകൾ എപ്പോഴാരംഭിക്കും? മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒപ്പം കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ നെഹ്റു പവലിയനിൽ റെഡിയാണ്, സജ്ജരാണ്. ഈ ജലമേളയുടെ ജലമഹോത്സവത്തിന്റെ മഹാമേളയിലേക്ക് കടക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്കാണ് ഇനി കാത്തിരിക്കുന്നത് ആവേശത്തോടുകൂടി. ഇതുവരെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ, അതായത് വെപ്പ് പോലുള്ള മത്സരങ്ങളുടെ പോരാട്ടങ്ങളാണ് ഇപ്പോൾ ഹീറ്റ്സ് മത്സരത്തിൽ പൂർത്തിയായത്. ഇപ്പോൾ ഇതാ കാത്തിരിക്കുന്ന ആരാധകരുടെ ഒരു ആവേശവും ഒക്കെ കാണുക. ഓരോ വള്ളങ്ങളും, ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഇപ്പോൾ ആവേശത്തോടുകൂടി ട്രാക്ക് എൻട്രി നടത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇതാ കാണുക, വെള്ളംകുളങ്ങര ചുണ്ടൻ വള്ളത്തിന്റെ എൻട്രി. അങ്ങനെ ഓരോരോ വള്ളങ്ങൾ ഇതാ ട്രാക്കിലേക്ക് എത്തി അവരുടെ പെർഫോമൻസ് ആരാധകർ ആവേശത്തിലാഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ആദ്യ നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും പുന്നമടക്കായലിൽ ഓണത്തിന്റെ നാളുകൾ അടുത്തു നിൽക്കെ ആവേശത്തിന്റെ പെരുമഴ മുറക്കുകയാണ് ഈ തുടച്ചിൽ എറിയലുകാർ. തുടയെറിയുന്ന ഓരോ ആവേശത്തിലും, തുടയെറിയുന്ന ഓരോ നിമിഷത്തിലും ആരാധകർ ഇരിപ്പുറപ്പിക്കാൻ കഴിയാതെ, ഒരിക്കൽ പോലും ആ സീറ്റിലിരിക്കാതെ അവർ കാത്തിരിക്കുന്ന നിമിഷങ്ങൾക്കായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവരുടെ ആവേശം. പുന്നമടയിൽ രാവിലെ മഴക്കോളുണ്ടായിരുന്നു, മഴക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കാർമേഘമുണ്ടെങ്കിൽ പോലും ആകാശത്ത് സൂര്യൻ ഉദിച്ചു. അതുപോലെ തന്നെ പുന്നമടയിൽ ഓളങ്ങൾ വെട്ടിത്തിളങ്ങുകയാണ്. ആ വെട്ടിത്തിളങ്ങുന്ന ഓളത്തിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ചുണ്ടൻ വെള്ളങ്ങളുടെ ഹീറ്റ് മത്സരം ഇതായി വരുന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചുണ്ടൻ വെള്ളമാണ് ഇപ്പോൾ ട്രാക്ക് എൻട്രി നടത്തുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വളരെ പ്രതീക്ഷയോടെ എടുത്തുന്ന ബോട്ടാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ബോട്ടാണ് ഇപ്പോൾ ഇതാ ട്രാക്ക് എൻട്രി നടത്തി ആരാധകരെ ആവേശം കൊള്ളിക്കുന്നത്. പായ്പാടൻ എന്ന വിഖ്യാതമായിട്ടുള്ള ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇതാ ട്രാക്ക് എൻട്രി നടത്തി ആരാധകരെ ആവേശം കൊള്ളിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നു. എന്നാലും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്ന പായ്പാടന് 3ാമത്തെ ഹീറ്റ്സിലാണ് മത്സരം. 3ാമത്തെ ഹീറ്റ്സ് വരെ കാത്തിരിക്കാം. പായ്പാടന്റെ പ്രകടനം എന്താകുമെന്നൊക്കെ കാത്തിരിക്കാൻ വേണ്ടി. കാരണം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് പായ്പാടൻ തുടയുന്നത് ഇക്കുറി. എന്താണെങ്കിലും മനോഹരമായിട്ടുള്ള ഹീറ്റ്സ് മത്സരങ്ങൾ പ്രതീക്ഷിക്കണം ആദ്യ സമയങ്ങളിൽ. ആദ്യ ഹീറ്റ്സിൽ തന്നെയാണ് ഗംഭീര പോരാട്ടം. 2 കൈനഗരി ടീമുകൾ, ഒന്ന് UBC കൈനഗരി, വിയവരം ചുണ്ടിലെത്തുന്ന UBC കൈനഗരി, മറ്റൊന്ന് VBC കൈനഗരി, വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി. തലവടി ചുണ്ടലിലാണ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ വരവ്. ഇനി കുമരകം ബോട്ട് ക്ലബിന്റെ ശ്രീവിനായകനെത്തും. പക്ഷേ അത് സെക്കൻഡ് ടീമാണ്. ഇങ്ങനെ ഒന്നൊന്നായി ടീമുകൾ ഇതാ ട്രാക്ക് എൻട്രി നടത്തി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ടാണ്, ഇതാ ആരാധകരെ ത്രസിപ്പിച്ചുകൊണ്ടാണ് ട്രാക്ക് എൻട്രിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു നമ്പർ മാത്രമാണ്. ഈ നമ്പർ, ആദ്യ നമ്പറുകളൊക്കെ മാറ്റിവെക്കാം. അതിനുശേഷമുള്ള യഥാർത്ഥ ഹീറ്റ്സും ഫൈനലും ഒക്കെ ഉണ്ടല്ലോ, അപ്പോഴാണ് കാര്യങ്ങൾ ഇതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുക. നിരണം ബോട്ട് ക്ലബിന്റെ എൻട്രി നമ്മൾ കണ്ടു. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു വള്ളംകളി പോരാട്ടത്തിന്, നെഹ്റു ട്രോഫിയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സമയത്തിന് ഇതാ നമ്മൾ കാത്തിരിക്കുന്നു. അതിന്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നെഹ്റു പവലിയനിൽ ഉദ്ഘാടനത്തിനെ കാത്തിരിക്കുകയാണ് മുഴുവൻ ആരാധകരും. ഉദ്ഘാടനം അവിടെ നടക്കുന്നു, ആരാധകർ ഇവിടെ ആഘോഷം കൊള്ളുന്നു. അങ്ങനെ പുന്നമട പൂർണ്ണമായിട്ടും, പുന്നമടയിലെ നെട്ടായത്തിലേക്ക് തുഴകൾ ആഞ്ഞാഞ്ഞു വീശുമ്പോൾ, തുഴകൾ ഒന്നൊന്നായി എറിയുമ്പോൾ ഉയരുന്ന ആവേശം അത് അത്ഭുതകരമാണ്, ആവേശകരമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിൽ, വാക്കുകൾക്ക് എത്ര വിവരിച്ചാൽ പോലും കഴിയാത്ത തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മോടൊപ്പം
കമന്റേറ്റർ ജയപ്രകാശ് കൂടി ചേരുന്നുണ്ട്. ജയപ്രകാശ് ഏട്ടാ, അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ്. ഫുട്ബോൾ ലോകകപ്പിന്റെ ആരവത്തിന് ശേഷം മലയാളികൾ ഇങ്ങനെ ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു പോരാട്ടമായിരിക്കും. അതെ, ഓണത്തിന് മുമ്പായി നടക്കുന്ന, ഓണത്തിന് വരവേൽക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി ജലോത്സവം ഏതാണ്ട് 21 ചുണ്ടൻവള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. കഴിഞ്ഞ 25 ദിവസമായി കഠിന പ്രയത്നം നൽകി ഈ പുന്നമടക്കായലിൽ മാറ്റുരയ്ക്കുമ്പോൾ വീറും വാശിയും തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് വള്ളം ജയിക്കുമെന്ന് പ്രവചനാതീതമായിട്ടുള്ള ഒരു മത്സരത്തിന് വേദിയാവുകയാണ്. ലക്ഷക്കണക്കിന് കാണികളാണ് ഇക്കുറി ഈ പുന്നമടക്കായലിന്റെ ഇരുകരകളിലും ഇങ്ങനെ കാത്തിരിക്കുന്നത്. റൈറ്റ്, ജയപ്രകാശ് സൂചിപ്പിച്ചതല്ലേ, ലക്ഷക്കണക്കിന് കാണികൾ. അത് പുന്നമടക്കായലിന്റെ ഓരങ്ങളിൽ കാത്തിരിക്കുന്ന ആരാധകർ മാത്രമല്ല, അതിനുമപ്പുറത്തേക്ക് ആരാധകരുടെ ആവേശം ടെലിവിഷൻ സ്ക്രീനുകളിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് കാണാം. സെന്റ് പയസ് 10ന്റെ എൻട്രിയാണ് ഇപ്പോൾ കാണുന്നത്. ട്രാക്കിലേക്ക് സെന്റ് പയസ് 10 ആണ് തൊട്ടു മുമ്പ് എൻട്രി നടത്തിയത്. സെന്റ് പയസ് 10 ഇപ്പോൾ ഇതാ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കുതിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഓരോ ചുണ്ടൻ വള്ളങ്ങളും ട്രാക്ക് എൻട്രി നടത്തി അവരവരുടെ ആരാധകരെ ത്രസിപ്പിച്ച് അവരവരുടെ ആരാധകർക്ക് ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് അവർ ഈ മത്സരത്തിന് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. സെന്റ് പയസ് 10നെ സംബന്ധിച്ച് എടുത്തോളം അവർ മത്സരിക്കുന്നത് സെന്റ് പയസ് 10th ബോൾ ക്ലബ് മങ്കൊമ്പാണ് അവരുടെ തുഴച്ചിലുകാർ. അപ്പോൾ സെന്റ് പയസ് 10ന് വേണ്ടി അവരുടെ സ്വന്തം ടീം തന്നെ മത്സരത്തിന് ഇറങ്ങുന്നു. അങ്ങനെ വലിയ ദിവാഞ്ചിയാണ് തൊട്ടു പിന്നാലെ വരുന്നത്. വലിയ ദിവാഞ്ചി തൊട്ടു പിന്നാലെ സെന്റ് പയസ് 10ന് പിന്നാലെ ഇതാ ട്രാക്ക് എൻട്രിക്ക് ശേഷമുള്ള നടത്തുന്നു. വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബിന്റെ ആയാപ്പറമ്പ് ദിവാഞ്ചിയാണ് ഈ കാണുന്ന ചുണ്ടൻ വെള്ളം. അങ്ങനെ ചുണ്ടൻ വെള്ളങ്ങൾ ഒന്നൊന്നായി ട്രാക്ക് എൻട്രി നടത്തി ആരാധകരെ ത്രസിപ്പിച്ച് ഈ വേദിയെ ഹരം കൊള്ളിക്കുകയാണ്, ത്രസിപ്പിക്കുകയാണ്. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു വേദിയായിട്ട് ഇത് മാറുന്നു. മനോഹരമായിട്ടുള്ള ഒരു ഓണദിനങ്ങളിൽ ഓണത്തിന്റെ അവധി ആഘോഷങ്ങൾക്ക് നാന്ദി കുറിക്കുകയാണ് ആലപ്പുഴക്കാരെ സംബന്ധിച്ച്. ഓണം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനോടകം ഓണത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. ഓണത്തിന്റെ ആരവങ്ങൾ മറ്റുള്ള ഇടങ്ങളിലേക്ക് എത്തും മുമ്പ് തന്നെ ആലപ്പുഴ ഒരു മുഴ മുന്നേ തന്നെ തുഴയെറിഞ്ഞു തുടങ്ങുകയാണ്. ആലപ്പുഴ കരുവാറ്റ എത്തുന്നു. കരുവാറ്റയാണ് അടുത്തത് എത്തുന്നത്. അങ്ങനെ ഒന്നൊന്നായി വള്ളങ്ങൾ കരുവാറ്റ ശ്രീവിനായകൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ഫാൻസ് ക്ലബ്ബാണ് ഇത്തവണ കരുവാറ്റ ശ്രീവിനായകൻ ചുണ്ടൻ വള്ളം തുഴയുന്നത്. ഒരുപക്ഷെ വലിയ പ്രതീക്ഷ KTBCക്ക് കരുവാറ്റയിൽ ഉണ്ടാകില്ല. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ മറ്റ് ചില പ്രകടനങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രകടനമാണ് കാത്തിരിക്കുന്നത്. ചുണ്ടൻ വള്ളം പോരാട്ടങ്ങളുടെ ആ വേദിയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ട്രാക്കുകളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി പോലീസുകാർ ഉൾപ്പെടെ സജ്ജമായിട്ടുണ്ട്. തുഴച്ചിലുകാർ അവർ ആവേശത്തോടുകൂടി വള്ളംകളി പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു. അതിലേറെ ആവേശത്തിൽ, അതിലേറെ കൗതുകത്തോടെ, അതിലേറെ ഒരു നിമിഷം പോലും ഇരിപ്പുറപ്പിക്കാത്ത വിധത്തിൽ. സീറ്റുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും സീറ്റിൽ ഇരിക്കാത്ത വിധത്തിൽ ഈ കാണികൾ എന്ന് പറഞ്ഞാൽ അവർ പലയിടങ്ങളിൽ നാനാദിക്കുകളിലെത്തിയവരാണ്. നാനാദിക്കുകളിലെത്തി ചുണ്ടൻ വള്ളം പോരാട്ടത്തിന്റെ, വള്ളംകളി ആരവത്തിന്റെ ആ അലയൊലിയിലേക്ക് ഇഴുകിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആരാധകരാണ്. അവരാണ് ഓരോ നിമിഷം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ശ്രദ്ധേയമായിട്ട് കാര്യം. മനോഹരമായിട്ടുള്ള ഒരു പോരാട്ടത്തിനായി നമുക്ക് കാത്തിരിക്കുകയാണ്. ഒരുപാട് ആരാധകർ ഇവിടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന് 72ാമത് നെഹ്റു ട്രോഫി മത്സരത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ആരായിരിക്കും ഇക്കുറി? ഒരുപക്ഷെ വള്ളംകളി ആരാധകരെങ്കിലും പറയുന്നുണ്ട് ചുരുങ്ങിയത് 7 ടീമുകളെങ്കിലും കരുത്തുറ്റ പോരാട്ടം ഇവിടെ കാഴ്ചവെക്കുമെന്നുള്ളത്. 7 ടീമുകൾ ഏറ്റവും കുറഞ്ഞതെങ്കിലും കരുത്തുറ്റ പോരാട്ടം കാഴ്ചവെക്കും എന്നുള്ളതാണ് ഇവിടെ പ്രവചിക്കപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ്, കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന തലവടി ചുണ്ടൻ, UBC കൈനഗരി തുഴയുന്ന വിയപുരം ചുണ്ടൻ, ഒപ്പം കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ശ്രീവിനായകൻ തൊട്ടു നമ്മൾ കണ്ടു. മറ്റൊന്നാണ് പ്രധാനപ്പെട്ട കാര്യം, അത് ഹീറ്റ്സ് 3 ഒരു പക്ഷേ ഈ മത്സരത്തിലെ ഒരു മരണ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക. മറ്റൊന്നും കൊണ്ടല്ല, PBC പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ പായിപ്പാടം ചുണ്ടൻ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ. മേൽപ്പാടും ഒപ്പം നടുഭാഗവും തമ്മിലുള്ള ആ വാശിയേറിയ ഒരു ജീവൻ മരണ പോരാട്ടത്തിനായിരിക്കും ഒരുപക്ഷെ ഹീറ്റ്സ് 3 സാക്ഷ്യം വഹിക്കുക. ഹീറ്റ്സ് 4 സെന്റ് പയസ് 10ും കാരിച്ചാലും ചെറുതനെയും ആരോമ ചുണ്ടന്റെ വരവ് പ്രത്യേകം എടുത്തു പറയണം. ആരോമ ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം ഈ വള്ളംകളി പ്രേമികൾക്കിടയിൽ ആരോമ ചുണ്ടൻ ഒരു
പുതിയ നാമമാണ്, പുതിയ പേരാണ്. പക്ഷേ ആരോമയിലെ തുഴച്ചിലുകാർ അവർ പരിചയസമ്പന്നരാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ ഒരു ടീമിനെ തന്നെ അപ്പാടെ പറിച്ചെടുത്ത് കൊണ്ടുപോയി തുഴച്ചിൽ ക്യാമ്പ് നടത്തിയ ടീമാണ് ആരോമ ചുണ്ടൻ. അങ്ങനെ ആരോമ ബോട്ട് ക്ലബ്ബ് പറവൂർ, കൊല്ലം ആരോമ ബോട്ട് ക്ലബ്ബ് പറവൂരിന്റെ എൻട്രി അത് ഒരു മനോഹരമായിട്ടുള്ള എൻട്രി ആയിരിക്കും. അത് ഹീറ്റ് 4ലാണ്, 4ാമത്തെ ഹീറ്റ്സിലാണ് ആരോമ ബോട്ട് ക്ലബിന്റെ എൻട്രി. അങ്ങനെ കാത്തിരിക്കുകയാണ് ആരോമയുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം ഇതുവരെയുള്ള വള്ളംകളി പോരാട്ടങ്ങളിൽ ആരോമ നടത്തിയ പ്രകടനം ഈ സീസണിൽ അത്ര ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ നെഹ്റു ട്രോഫിയിൽ ഒരു അടയാളപ്പെടുത്താൻ ആരോമയ്ക്ക് കഴിയുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള സാഹചര്യമാണ്, കാലാവസ്ഥയാണ്, തെളിഞ്ഞ കാലാവസ്ഥ. ഒരിക്കലും കാണികൾക്ക് അലോസരമുണ്ടാകാത്ത തരത്തിൽ കൃത്യമായി എല്ലാം കാണാൻ പാകത്തിന് സാഹചര്യങ്ങൾ ഒരുങ്ങി നിൽക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മത്സരങ്ങൾ, ഹീറ്റ് മത്സരങ്ങൾ ആരംഭിക്കാൻ അല്പസമയത്തിനകം മാത്രം കാത്തിരിക്കുക. ഉദ്ഘാടനത്തിന് ഉടനെ തന്നെ ഹീറ്റ് മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടങ്ങളോടുകൂടി നെഹ്റു ട്രോഫി ഈ വള്ളംകളി മത്സരത്തിന്റെ ആവേശകരമായിട്ടുള്ള ഹീറ്റ് മത്സരങ്ങൾ തുടങ്ങുന്നു. തൊട്ടു പിന്നാലെ ഫൈനൽ ഏതാണ്ട് നമുക്കൊരു 5:30, 5:40 തന്നെ ഈ നെഹ്റു ട്രോഫിയുടെ ഫൈനൽ പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, എന്തായാലും എൽദോ വലിയ ആവേശം തന്നെയാണ് പുന്നമടയിൽ. നമ്മളെല്ലാവരും പ്രേക്ഷകരും ഉൾപ്പെടെ കാത്തിരിക്കുകയാണ് ആരാണ് വേഗരാജാവ് എന്നറിയാൻ. എന്തായാലും ഓളപ്പരപ്പിൽ തീ പടരാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയായിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തി. ഈ ഉദ്ഘാടന ചടങ്ങ് നടന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു ആവേശമായിരിക്കും. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്, പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്.